കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. മെയ് 1 വരെ പാലക്കാട് ജില്ലയിൽ താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയേക്കും. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അലക്സ് മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, എന്തൊക്കെയാണ് ഈ കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ വിശദാംശങ്ങൾ? വേണു, സംസ്ഥാനത്ത് ചൂട് കൂടും. അടുത്ത ദിവസങ്ങളിലും ഉയർന്ന താപനില തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ, ഒപ്പം കൊല്ലത്തും തൃശ്ശൂരും ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം തന്നെ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരുന്നതുമാണ്. 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാണ് പാലക്കാട് പല മേഖലകളിലും രേഖപ്പെടുത്തുന്നത്. അത് അത്യുഷ്ണമാണ്. അത് സഹിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ചൂടാണ്. ഈ ചൂട് കാരണം, അല്ലെങ്കിൽ ഈ ഉഷ്ണം കാരണം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. സൂര്യാഘാതം, സൂര്യതാപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. നിർജ്ജലീകരണം തടയുന്നതിന് വേണ്ടി ധാരാളം വെള്ളമടക്കം കുടിക്കണമെന്നുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അതൊക്കെ പാലിക്കണമെന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് മെയ് 1 വരെയുള്ള ദിവസങ്ങളിൽ പാലക്കാട്, കൊല്ലം, തൃശ്ശൂർ ജില്ലകളിൽ ചൂട് 41 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണം. അതിനു പുറമെ അല്ലെങ്കിൽ ഈ 3 ജില്ലകൾക്ക് ഒപ്പം 12 ജില്ലകളിൽ, അതായത് ആകെ 12 ജില്ലകളിൽ കൂടി ഇത്തരത്തിൽ താപനില ഉയരാനുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ല, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയർന്നേക്കാനാണ് സാധ്യത. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ജില്ലകളിൽ ചൂട് കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിനാൽ ജാഗ്രത തുടരണം. മറ്റൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പുള്ളത് തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള തീരത്തും ഒപ്പം തെക്കൻ തമിഴ്നാട് തീരത്തും ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ഈ ഉയർന്ന ചൂട് തുടരുമ്പോഴും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും കാറ്റോടും കൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും മലയോര മേഖലയിലാണ് ഇത്തരത്തിൽ മഴ ലഭിക്കാൻ സാധ്യത. പക്ഷേ വലിയ മഴ ലഭിക്കില്ല ഈ മേഖലകളിലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഉയർന്ന ചൂട് തുടരുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കണം. ശരി, സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. അലക്സ് മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.